ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കാർത്തിയുടെ കുഞ്ഞിൻ്റെ അരികിലേക്ക് വന്നിട്ട് മീനാക്ഷി വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഇത്രയും നല്ലൊരു കുഞ്ഞിനെ അവളുടെ അമ്മ ഉപേക്ഷിച്ച് പോയല്ലോ. കഷ്ടം, അവളൊരു മനുഷ്യ സ്ത്രീയാണോ? മൃഗങ്ങൾ പോലും ഇങ്ങനെ ചെയ്യില്ല. എനിക്കിട്ട് പണി തന്നിട്ട് പോയ ആ വൈശാഖം മൈഥിലിയും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അവർ നരകിക്കും. കുഞ്ഞ് കരഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അരികിൽ ഇങ്ങനെ കിടന്ന് സ്നേഹത്തോടെ അതിനെ പരിചരിക്കുകയാണ് മീനാക്ഷി. ഈ സമയം സാവിത്രി ഫോണിൽ ചില റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. മീനാക്ഷി കുഞ്ഞുമായിട്ട് അവിടേക്ക് വരുന്നുണ്ട്. സാവിത്രി മൊബൈലിലേക്ക് നോക്കിയിട്ട് പറയുന്നു, കൊല്ലണമെങ്കിൽ ഇങ്ങനെ തന്നെ കൊല്ലണം. മീനാക്ഷി അടുത്ത് നിൽക്കുന്നത് സാവിത്രി കാണുന്നു. ദേ, എനിക്ക് നല്ല ഉറക്കം വരുന്നു, നീ പോയിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ചായ ഇട്ടുകൊണ്ട് വാ. മദറിലൂടെ ഓർഡറാണ്, അനുസരിച്ചേക്കാം, ഇനി അതിനൊരു വഴക്ക് വേണ്ട എന്ന് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു. കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് സാവിത്രിയോട് പറയുന്നു, ദേ അമ്മ ഈ കുഞ്ഞിനെ നോക്കിക്കോണോ എന്ന്. എന്നിട്ടാണ് മീനാക്ഷി പോവാൻ നോക്കുന്നത്. എന്നിട്ട് ഒന്നുകൂടി പറയുന്നു, മൊബൈലിൽ നോക്കിയിരിക്കരുത്, കുഞ്ഞ് താഴെ വീഴാതെ ഒന്ന് നോക്കണേ. അതെ, ഉപദേശമൊന്നും വേണ്ട, ഇത് എൻ്റെ മകൻ്റെ കുഞ്ഞാ, കുഞ്ഞിനെ നോക്കാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട, പോയി ചായ ഇടുന്ന സാവിത്രി. എന്നാൽ സാവിത്രി പറയുന്നു, മീനാക്ഷി പോയതിനു ശേഷം ഇതിനെ നോക്കുമ്പോൾ ആ മൈഥിലിയുടെ മുഖം ഓർമ്മ വരുന്നു. മൈഥിലി ഒരു കള്ളിയായിരുന്നു, അതെനിക്കറിയാം, ഇവളെ ചെന്ന് ചാടി കൊടുത്തതാ. എന്നാ പിന്നെ ഇവിടെ പെടലിക്കിരിക്കട്ടെ എന്ന് ഞാനും കരുതി. ഈ സമയത്താണ് സാവിത്രിക്ക് ഒരു കോള് വന്നത്. ഒരു നളിനി, പരദൂഷണക്കാരിയാണ് ഈ നളിനി. നളിനിയോട് സംസാരിക്കുകയാണ് സാവിത്രി. സംസാരിച്ച് അവിടെ നിന്നും സാവിത്രി എണീറ്റ് പോയി. കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. ഈ സമയത്താണ് നന്ദിനി അവിടേക്ക് വരുന്നത്. കുഞ്ഞ് ഒറ്റയ്ക്ക് കിടക്കുന്നത് നന്ദിനി കാണുന്നു. നന്ദിനി നോക്കുമ്പോൾ കുഞ്ഞ് സൈഡിലാണ് കിടക്കുന്നത്. ഒന്ന് തിരിഞ്ഞാൽ കുഞ്ഞ് താഴേക്ക് വീഴും. ടെൻഷനോടെ നിൽക്കുകയാണ് നന്ദിനി. അവിടേക്ക് നോക്കിയിട്ടാണെങ്കിൽ ആരെയും കാണുന്നില്ല. പെട്ടെന്ന് പാത്രം താഴെ ഇട്ടിട്ട് ആ കയറ് പോലും നോക്കാതെ അവിടേക്ക് ഓടി വന്നിരിക്കുകയാണ് നന്ദിനി. താഴെ വീഴാൻ പോയി കുഞ്ഞിനെ നന്ദിനി താങ്ങിയെടുത്തു. മീനാക്ഷി ചായയുമായി അവിടേക്ക് വന്നപ്പോൾ നന്ദിനി കുഞ്ഞുമായിട്ട് നിൽക്കുന്നു. എന്താ മോളെ ഇത്, കുഞ്ഞിപ്പോൾ താഴെ വീഴില്ലായിരുന്നോ, ശ്രദ്ധിക്കേണ്ടേ ഇതൊക്കെ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, കുഞ്ഞിനെ ഞാൻ അതിൻ്റെ അച്ഛമ്മ ഏൽപ്പിച്ചിട്ട് പോയതാണമ്മേ. സാവിത്രി തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദിനിയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്നു. അരികിൽ മീനാക്ഷി. അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ പോയതാണ് ഞാൻ, അവരിങ്ങനെ ഒരു അവതാരമായി പോയല്ലോ എൻ്റെ ദൈവമേ. എനിക്ക് മീനാക്ഷി പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ സാവിത്രി ഇവിടെ വരുന്നു. അത് ശരി, കൊത്തി മുറത്ത് കയറി കൊത്താൻ തുടങ്ങിയോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സാവിത്രി നന്ദിനിയെ നോക്കുന്നു. ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ കയറിയത്? പറയടി, പറയാൻ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, സാവിത്രി കുഞ്ഞിതാ ഇവിടെ നിന്നും താഴേക്ക് ഉരുണ്ട് വീഴാറായി, അപ്പോൾ ഞാൻ ഓടിക്കയറി കുഞ്ഞിനെ എടുത്തതാ. മോളിതാ കുഞ്ഞിനെ പിടിക്ക് എന്ന് പറഞ്ഞ് നന്ദിനി മീനാക്ഷിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു. അതെ, കുഞ്ഞ് താഴെ വീണാലേ നിനക്ക് എന്താ എത്ര ദണ്ണം, നിന്റെ കുഞ്ഞൊന്നും അല്ലല്ലോ എന്ന് സാവിത്രി. കുഞ്ഞു വീണാൽ നിങ്ങൾക്കൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് സ്വന്തം മകനോട് പോലും സ്നേഹമുണ്ടോ സ്ത്രീയെ എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ സാവിത്രി ദേഷ്യത്തോടെ മീനാക്ഷിയോട് പറയുന്നു, ദേ നീ മിണ്ടരുത്, നിന്നെ ഞാൻ അടിച്ചൊടിച്ച് മടക്കി ഇവിടെ ഇടും, പറഞ്ഞേക്കാം. പിന്നെ എങ്ങോട്ട് വാ, നിങ്ങൾ അടിക്കാൻ വരുമ്പോൾ എൻ്റെ കൈ പുളി പറിക്കാൻ പോവുമല്ലോ, എന്നെ തൊട്ടാ നിങ്ങൾ വിവരം അറിയും എന്ന് മീനാക്ഷിയും പറയുന്നു. എന്നോട് നീ കൂടുതൽ കളിക്കാൻ വരരുത് എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, സാവിത്രി വഴക്കൊന്നും ഉണ്ടാക്കണ്ട, കുഞ്ഞ് താഴെ വീണ് എന്തെങ്കിലും പറ്റുമെന്ന് കണ്ടപ്പോൾ ഞാൻ ഇപ്പുറത്തേക്കൊന്ന് കയറിയതാ, മേലാൽ ഞാൻ കയറില്ല എന്നും നന്ദിനി പറയുന്നുണ്ട്. ഇത് രാജലക്ഷ്മി കാണുന്നു. എന്താ അവിടെ പ്രശ്നമെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട്. എന്താ നന്ദിനി എന്ന് നന്ദിനിയോട് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി, ഇവരെന്നോട് ചായ എടുക്കാൻ പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനെ സോഫയ്ക്ക് എടുത്തിട്ട് ഇവരോടൊന്ന് നോക്കിക്കോളാൻ പറഞ്ഞിട്ട് ചായ എടുക്കാനായി പോയി. ഇവര് ഫോണിന്റെ പിറകെ പോയി. കുഞ്ഞ് താഴെ വീഴുമെന്ന് കണ്ടപ്പോൾ അമ്മ ഓടി വന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി. അതിനാ ഇവരുടെ ബഹളമെന്ന് മീനാക്ഷി പറയുന്നു. ഇവള് ഈ അതിരി കടന്നത് എന്തിനാണെന്നാ എൻ്റെ ചോദ്യമെന്ന് സാവിത്രി പറയുന്നു. ഇവൾ അതിരി കടന്നത് നിന്റെ മകന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനാണ്. എന്താ മനസ്സിലായില്ല എന്ന് രാജലക്ഷ്മി. ദേ ഈ വീട് രണ്ടായിട്ട് ഭാഗം വെച്ചിരിക്കുകയാണ്, അത് ആരും മറക്കരുത് എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു, ഈ വീട് രേഖാമൂലം ഭാഗം വെച്ചിട്ടില്ല, ചിലരുടെ സമാധാനത്തെ കരുതി ഇങ്ങനെ ഒരു അതിര് നിശ്ചയിക്കാൻ ഞാൻ സമ്മതിച്ചു എന്ന് മാത്രം. ACP ആയ മകനെ നിന്റെ വരുതിയിൽ കിട്ടിയെന്ന് കരുതി നിന്നെ പ്രസവിച്ച നിന്റെ അമ്മയോടും നിനക്ക് ജന്മം തന്ന നിന്റെ അച്ഛനോടും യുദ്ധത്തിന് നീ വരരുത്. ഇത് ഏതറ്റം വരെ പോകും എന്ന് കരുതി ഞങ്ങൾ ക്ഷമിച്ചിരിക്കുകയാണ്. ദേ നീ നിന്റെ അഹങ്കാരം അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് നാവടക്കി നിന്നില്ലെങ്കിൽ ആദ്യം ഈ വീട്ടിൽ നിന്ന് തെറിക്കുന്നതേ നീയായിരിക്കും. എൻ്റെ പ്രൊഫൈൽ നിനക്കറിയാലോ, ഞാനൊരു പരാതി എഴുതി കൊടുത്താൽ അപ്പോൾ വരും പോലീസ്, തലപ്പത്തുള്ളവർ മുതൽ താഴേക്കുള്ളവർ വരെ, രാഷ്ട്രീയ പ്രവർത്തകരും സാംസ്കാരിക നായകരും ഇതിൽ ഇടപെടും. ഒറ്റ കാരണം മതി നീയൊക്കെ പുറത്തേക്ക് പോകാൻ. ഹ്യൂമൻ റൈറ്റ്സ് മനസ്സിലായോടെയെന്നും ചോദിക്കുന്നു. നന്ദിനി, നീ വാ മോളെ എന്ന് രാജലക്ഷ്മി വിളിക്കുന്നു. നീ ഇത്രയും പാവം ആവരുത്, അത് എനിക്ക് പറയാനുള്ളൂ എന്ന് രാജലക്ഷ്മി ഒന്നുകൂടി നന്ദിനിയെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ നന്ദിനി അവിടെ നിന്നും ഇപ്പുറത്തേക്ക് വരുന്നുണ്ട്. ദേഷ്യത്തോടെ നിൽക്കുകയാണ് സാവിത്രി, വിഷമത്തോടെ മീനാക്ഷിയും.
പിന്നീട് കാണിക്കുന്നത് കാറ് വാങ്ങാൻ വന്നിരിക്കുകയാണ് വൈശാഖും മൈഥിലിയും. എവിടെ പോയാലും വൈശാഖിൻ്റെ തോളിൽ ആ ബാഗ് കാണും. അവർ ഓരോ കാറും നോക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു കാർ സെലക്ട് ചെയ്യുകയാണ് മൈഥിലി. ചേട്ടാ ഇതിന് എന്താ വിലയെന്ന് വൈശാഖും ചോദിക്കുന്നു. അതിന് 3.25 ലക്ഷം രൂപയാണ്. നമുക്കിതങ്ങ് ഉറപ്പിക്കാമെന്ന് അയാളും പറയുന്നുണ്ട്. പണം ബാഗിൽ നിന്നും കുറച്ച് മാറി നിന്ന് എടുക്കുകയാണ് വൈശാഖ്. അരികിൽ മൈഥിലിയുണ്ട്. അതെ, 3.25 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇതാ ഏട്ടാ രൊക്കം പണം എന്ന് വൈശാഖ് പറയുന്നു. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പണം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് അയാൾ. പണം പരിശോധിക്കാൻ കൊണ്ടുപോവുകയാണ്. അവിടെ ഇരുന്ന് പണം എണ്ണി തിട്ടപ്പെടുത്തുന്നു. നോക്കിയപ്പോൾ തന്നെ അത് കള്ളനോട്ടാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഇത് കള്ളപ്പണം തന്നെയാണ്. ഇപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് അയാൾ വിചാരിക്കുന്നു. അങ്ങനെ പോലീസിനെ വിവരം അറിയിക്കുകയാണ് അവർ. വിടുന്നവരെ തന്ത്രപൂർവ്വം പിടിച്ചു നിൽക്കണം, ഞങ്ങൾ ഇപ്പോൾ എത്താമെന്ന് പോലീസ് പറഞ്ഞു. കീയുമായിട്ട് നമ്മുടെ പയ്യന്മാർ ഇപ്പോൾ എത്തും, കാറൊന്ന് വാഷ് ചെയ്യണം, ചായ എടുക്കട്ടെ എന്ന് അയാൾ വൈശാഖിനോടും മൈഥിലിയോടും പറയുന്നുണ്ട്. ഈ സമയം ചെമ്പകമംഗലത്ത് സാവിത്രി മകൻ കൊടുത്ത ആ 2000 രൂപ വീണ്ടും വീണ്ടും എണ്ണി നോക്കുകയാണ്. രാമൻ സാവിത്രിയുടെ അരികിലേക്ക് വന്നു. ഇതെന്താ നീ കാശ് എണ്ണി കളിക്കുന്നത്? നീ കാർത്തിയോട് കാശ് വാങ്ങിക്കുന്നത് കണ്ടോ? എന്തിനാ ഇപ്പോൾ ക്യാഷ്? ഇത് കേട്ട് സാവിത്രി പറയുന്നു, ക്യാഷ് ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ ഈ കാശ് വാങ്ങിയത്. മകന്റെ പണം എനിക്കുള്ളതാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വാങ്ങിച്ചതാ. ആ മീനാക്ഷി കാണിക്കാൻ എന്ന് രാമൻ. അവളോടുള്ള എൻ്റെ ഈ അമ്മായിയമ്മ മരുമകൾ അംഗം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് സാവിത്രി. അത് നല്ല കാര്യം, അവരുടെ കയ്യിൽ നിന്ന് നീ വാങ്ങിച്ച് കെട്ടിക്കോളും. അതിരിക്കട്ടെ, ഈ ക്യാഷ് എണ്ണി മറ്റുള്ളവരുടെ മുന്നിൽ ആളാകുന്നത് എന്തിനാണെന്ന് രാമൻ ചോദിക്കുന്നുണ്ട്. കാശ് എണ്ണി കാണിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ ഇതെന്താ 1 കോടി രൂപയാണോ? ഞാൻ ഇതും കൊണ്ട് ഒന്ന് ബ്യൂട്ടി പാർലറിൽ പോകണം, ഒന്ന് ഫേഷ്യൽ ചെയ്യണം എന്നൊക്കെ സാവിത്രി പറഞ്ഞപ്പോൾ പരിഹാസ ചിരിയുമായി നിൽക്കുകയാണ് രാമൻ. നിങ്ങളെന്താ കളിയാക്കുന്നതെന്ന് സാവിത്രി ചോദിക്കുന്നു. അല്ല, നീ അതൊക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ ഭാവനയിലൊന്ന് കണ്ടു നോക്കിയതാണ്. അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ദി ഡെവിൾ എന്നൊരു ക്യാപ്ഷനും കൊടുക്കാം. ഇത് കേട്ട് ദേഷ്യത്തോടെ സാവിത്രി നിൽക്കുന്നു. അയ്യോ, ബ്യൂട്ടി പാർലറിൽ പോവാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ് രാമൻ. ഇങ്ങനെ എങ്ങനെയും ഒന്ന് കൺട്രോൾ ചെയ്യണം, വരട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും സാവിത്രി ആ പണം എണ്ണുന്നു. എണ്ണി ഇങ്ങോട്ട് വന്ന സമയത്ത് പെട്ടെന്ന് ആ സ്റ്റെപ്പിൽ തട്ടി പൈസ മുഴുവനും ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അതായത് ആ വരയുടെയും കയറിൻ്റെയും അപ്പുറത്തെ ഭാഗമായിട്ട് വരും. ഇപ്പോൾ വീണനെ ഈശ്വര ആരും കണ്ടില്ലെന്ന് സാവിത്രി. അയ്യോ, പൈസ വരെ എന്നെ ധിക്കരിച്ച് തുടങ്ങിയോ, നാശം. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് തന്നെ പൈസ എത്തിയെടുക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ എടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് ദൂരെയായിട്ടാണ് വന്ന് വീണത്. അങ്ങനെ കയറ് മാറ്റിയിട്ട് ഇപ്പുറത്തേക്ക് ചാടി വന്നിരിക്കുകയാണ് സാവിത്രി. ആരും കാണാതെ ആ പണം എടുക്കാൻ തുടങ്ങുകയാണ് സാവിത്രി. എന്നാൽ നന്ദിനി അവിടേക്ക് വന്നു. തൊട്ടു പോകരുതിൻ്റെ പണം എന്ന് നന്ദിനി പറയുന്നു. ആ പണം എടുക്കാനും സാവിത്രിക്ക് പറ്റിയില്ല. ടെൻഷനോടെ സാവിത്രി നന്ദിനിയെ നോക്കുന്നു. നിന്റെ പണം എന്ന് സാവിത്രി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു, അതെ എൻ്റെ പണം, ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പറന്ന് വീണതാ, അയ്യടാ എന്ന് സാവിത്രി പറയുന്നു. ഈ വരയ്ക്ക് ഉള്ളതെല്ലാം ഞങ്ങളുടേതാണ്, ഇവിടെ വന്നെടുക്കാൻ നിനക്ക് എന്താ അവകാശം എന്നെ നന്ദിനി ചോദിക്കുന്നു. ഇതേസമയം മീനാക്ഷിയും അവിടെ വരുന്നുണ്ട് എന്താ സംഭവം എന്നറിയാൻ വേണ്ടി. നന്ദിനി വീണ്ടും പറയുന്നു, നിന്നോട് ഇപ്പുറത്തേക്ക് കിടക്കാൻ ആര് പറഞ്ഞു? ആര് നിനക്കുള്ള അധികാരം നൽകി? ഇത് കണ്ടിട്ട് മീനാക്ഷിക്ക് സന്തോഷമാവുന്നുണ്ട്. നന്ദിനി അവിടേക്ക് വന്നിട്ട് ആ പൈസ മുഴുവനും എടുത്തു. എടി, ഇത് എൻ്റേതാണെന്ന് സാവിത്രി പറയുന്നുണ്ട്. നന്ദിനി വീണ്ടും പറയുന്നു, അനുവാദമില്ലാതെ ഇങ്ങോട്ട് കടക്കരുത് എന്നല്ലേ വ്യവസ്ഥ? നീ കാണിച്ചത് ധിക്കാരമല്ലേ? നിനക്ക് ക്യാഷ് പോയാൽ പോട്ടേന്ന് വെക്കണം. സ്വന്തം മകന്റെ കുഞ്ഞ് താഴെ വീണ് പരിക്ക് പറ്റിയാൽ ഒന്നുമില്ല എന്ന് കരുതുന്നവളല്ലേ നീ? മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു, തള്ളയ്ക്ക് കിട്ടി ഉഗ്രൻ പണി. എൻ്റെ അമ്മ കസറുന്നുണ്ട്. വീണ്ടും നന്ദിനി പറയുന്നു, കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാൽ ഒന്നുമില്ല എന്ന് കരുതുന്ന നീ ഈ 2000 രൂപയും അങ്ങ് വേണ്ടാന്ന് വെച്ചൂടെ? എൻ്റെ രൂപ ഇങ്ങ് തരുന്നുണ്ടോ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ കയ്യിൽ നിന്നും സാവിത്രി ഇത് വാങ്ങാൻ തുടങ്ങിയപ്പോൾ നന്ദിനി പറയുന്നു, തരില്ല. നിനക്ക് എന്നോട് ഇത് വാങ്ങിക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വാടി. നിന്റെ കൈ എൻ്റെ നേരെ ഉയർന്നാലേ ആ കൈ പിന്നെ കാണില്ല. വീണ്ടും മീനാക്ഷി വിചാരിക്കുന്നു, അത് കലക്കി. നന്ദിനി വീണ്ടും പറയുന്നു, എടി, നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ പാലിക്കാനാ. നിങ്ങൾക്കൊരു നിയമം, ഞങ്ങൾക്ക് മറ്റൊരു നിയമം, അങ്ങനെയൊന്നുമില്ല. സാവിത്രി പറയുന്നു, ഓ നീ എന്നോട് പകരം വീട്ടാണോ എന്ന്. നന്ദിനി പറയുന്നു, സാവിത്രി, ഹൃദയത്തിൽ മുറിവേറ്റാലും ചില കാര്യങ്ങൾ ക്ഷമിച്ചു തരുന്നത് അവരുടെ ദൗർലഭ്യമാണെന്ന് കരുതരുത്. അത് ദൗർബല്യമല്ല, അത് വിവേകമാണ്. ഒരു പരിധി കഴിയുമ്പോൾ അവരുടെ വിവേകം വികാരത്തിൽ വഴിമാറും. അങ്ങനെയാണ് കാരണത്ത് അടി വീഴുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിക്കാൻ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. ഇത് കേട്ട് മീനാക്ഷി കൈകൊട്ടിച്ചിരിക്കുന്നു. ഏയ് സൂപ്പർ എന്ന് പറയുന്നുണ്ട്. സാവിത്രിക്ക് ഇത് കണ്ടപ്പോൾ ഒന്നുകൂടി ദേഷ്യം വരുന്നു. എന്താടി എന്ന് ചോദിക്കുന്നുണ്ട്. നല്ല പാൽ പായസം കുടിച്ച സുഖമെന്ന് മീനാക്ഷി. ആഹാ എന്നെ സാവിത്രിയും ചിരിച്ചുകൊണ്ട് മീനാക്ഷി അവിടെ നിന്ന് പോയി. പണവുമായി നന്ദിനിയും പോയി. വോളണ്ടിയർക്കും ടിക്കറ്റോ മൊത്തവും പോയല്ലോ. മാണ്ടാരം പിടിച്ച കയറ് എന്ന് പറഞ്ഞാൽ കയറ് മറികടന്ന് വീണ്ടും ഇപ്പുറത്തേക്ക് വരികയാണ് സാവിത്രി.
ഈ സമയം വൈശാഖ് അവരുടെ മുന്നിലിരിക്കുകയാണ്. ഹലോ, ഇതെന്താ ഇത്രയും താമസം? ഞങ്ങൾക്ക് പോയിട്ട് ഒരുപാട് തിരക്കുണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വിടാമെന്ന് അയാൾ പറയുന്നു. പോലീസ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.